നമസ്കാരം, ഇന്ത്യ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജനവാസ മേഖലയിൽ ലൈസൻസിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്ക്രാപ്പ് ഗോഡൌണിന് അധികൃതരുടെ ഒത്താശയെന്ന് ആക്ഷേപം. പാലക്കാട്ടെ വ്യാജ വോട്ടർ വിവാദത്തിൽ ജില്ലാ ഭരണകൂടം അന്വേഷണം ആരംഭിച്ചു. ആവേശവും ആരവങ്ങളും കൗതുകവും ഇടകലർന്ന കൽപ്പാത്തിയിൽ ദേവരഥ സംഗമം. ശബരിഗിരീശന്റെ തിരുസന്നിധാനം തുറന്നു. മേൽശാന്തിമാർ ചുമതലയേറ്റു. ഞാൻ റീത്ത. വാർത്തകൾ വിശദമായി. ജനവാസ മേഖലയിൽ ലൈസൻസിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്ക്രാപ്പ് ഗോഡൌണിന് അധികൃതരുടെ ഒത്താശയെന്ന് ആക്ഷേപം. ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ക്രാപ്പ് ഗോഡൌണിന്റെ ലൈസൻസിന് വിരുദ്ധമായ പ്രവൃത്തികൾക്ക് നഗരസഭാ അധികൃതർ ഒത്താശ ചെയ്യുന്നതായി ആക്ഷേപം. പാലക്കാട് നഗരസഭയിലെ ജനവാസ മേഖലയായ 43-ാം വാർഡിലെ രാംനഗർ കോളനിയിലാണ് സംഭവം. ഇവിടെ വീടുകൾക്കിടയിൽ പ്രവർത്തിച്ചു വരുന്ന അമ്മൻ മെറ്റൽസ് എന്ന സ്ഥാപനം സ്വൈര ജീവിതത്തിന് വെല്ലുവിളിയാകുന്നതായാണ് നാട്ടുകാരുടെ പരാതി. ഈ സ്ഥാപനത്തിൽ മുമ്പ് പഴയ ഇരുമ്പ് സാധനങ്ങൾ, കുപ്പിച്ചില്ലുകൾ എന്നിവ ശേഖരിക്കാനായിരുന്നു ലൈസൻസ്. പക്ഷേ കഴിഞ്ഞ 1.5 വർഷമായി പഴയ അലുമിനിയം പാത്രങ്ങൾ, പഴയ വാഹനങ്ങൾ, നിരോധിത ബാറ്ററി വേസ്റ്റുകൾ, ഫ്രിഡ്ജ്, രാസവസ്തുക്കൾ അടങ്ങിയ വേസ്റ്റ് സാമഗ്രികൾ, അലുമിനിയം ഫാബ്രിക്കേഷൻ സാധനങ്ങൾ എന്നിവ പല ഭാഗത്തു നിന്നും കൊണ്ടുവന്ന് ഭീകര ശബ്ദത്തോടെ താഴെയിറക്കി തരം തിരിച്ച് പൊളിച്ചടുക്കി ചാക്കിലാക്കി കയറ്റി അയക്കുകയാണെന്നും ഇത് ലൈസൻസിന് വിരുദ്ധമാണെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു. അസഹ്യമായ ശബ്ദവും മലിനീകരണവുമാണ് പരിസരവാസികൾ നേരിടുന്നത്. ന്യായമായ പ്രതിഷേധം പോലും വകവെക്കാതെയാണ് ഈ ധാർഷ്ട്യം. വിവരാവകാശ നിയമപ്രകാരം റെസിഡൻഷ്യൽ കോളനികളിൽ ഇത്തരം സ്ക്രാപ്പ് വർക്ക്ഷോപ്പുകൾക്ക് ലൈസൻസ് നൽകാറില്ല എന്ന മറുപടിയാണ് ലഭിച്ചത്. പക്ഷേ ഇത് കണക്കിലെടുക്കാതെ സ്ക്രാപ്പ് സ്ഥാപന ഉടമയുടെ സ്വാധീനത്തിൽ നഗരസഭാ സെക്രട്ടറി സ്ഥാപന നടത്തിപ്പിന് ലൈസൻസ് നൽകുകയാണ് ചെയ്തതെന്ന് പരിസരവാസികൾ ചൂണ്ടിക്കാട്ടി. സാറ് സത്യം പറഞ്ഞാൽ അയാൾ കൈക്കൂലി മേടിച്ചിരിക്കുകയാണ്. സാർ എങ്ങനെ അയാൾക്ക് ഈ ലൈസൻസ് കൊടുത്തുവെന്ന് ഇവിടുത്തെ ജനങ്ങൾ അറിയണം. നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ കൈക്കൂലി മേടിച്ചിട്ടാണ് ഇത്രയും ഒത്താശ ചെയ്ത് കൊടുത്തിട്ടാണ് എതിർകക്ഷിക്ക് ലൈസൻസ് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ അടിയന്തരമായിട്ട് സർക്കാർ ഇതിനെ സസ്പെൻഡ് ചെയ്യണം. അൻസൽ ഐസക്കാണ് നഗരസഭാ സെക്രട്ടറി, പാലക്കാട് നഗരസഭ. അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടി സർക്കാർ മുന്നോട്ട് വരണം. ബിജെപി ഒത്തുകളിക്കുക, ബിജെപി ഭരണം അതാണ് ഇവിടെ കാണേണ്ടത്. ഇവരുടെ ഒത്തുകളിയാണ് ഇവിടെ മൊത്തം നടക്കുന്നത്. എല്ലാവർക്കും വേണ്ടവർക്കൊക്കെ ലൈസൻസ് വാരി കോരി കൊടുക്കുക, പൈസ വാങ്ങിയിട്ട്. പൈസ വാങ്ങിയിട്ടുണ്ട് സാർ. ബഹുമാനപ്പെട്ട ശ്രീ എം പി രാജേഷ് അവർകൾ, LSGD മന്ത്രി, എത്രയും പെട്ടെന്ന് ഈ നഗരസഭാ സെക്രട്ടറിയെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അങ്ങ് നടക്കണം. ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും അയാൾക്ക് വേണ്ടി അനുകൂലമായിട്ട് നിൽക്കണം. നമ്മൾ വീട്ടിന് മുന്നിൽ ഒരു സ്ക്രാപ്പ് ഗോഡൌണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പരാതി കൊടുത്തിരുന്നു. പക്ഷേ എല്ലാം സെക്രട്ടറി, ക്ലീൻ സിറ്റി മാനേജർ, ഇവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും അയാൾക്ക് കൂട്ടുനിന്നിട്ട് അയാൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. മന്ത്രി കണ്ടില്ല എന്ന് നടിക്കരുത്. എത്രയും പെട്ടെന്ന് LSGD വകുപ്പ് ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ ഇദ്ദേഹത്തിന് സസ്പെൻഷൻ ഉൾപ്പെടെ നടപടിയിലേക്ക് കടക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, നിർദ്ദേശിക്കുകയാണ്. മറ്റേ വ്യക്തിക്ക് അല്ലാതെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും സംസാരിക്കുന്നില്ല. ഒരു റെസിഡൻഷ്യൽ കോളനികളെ എൻ്റെ അച്ഛൻ അവിടെ 19 വയസ്സായി അവിടെ എൻ്റെ മോള് പഠിച്ചുകൊണ്ടിരിക്കണു. ആ കുട്ടിക്ക് ബുദ്ധിമുട്ട് വരുന്ന കൊണ്ട് ഇത്രയും നേരം ഞാൻ സംസാരിച്ചു. ലൈസൻസ് കട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞത് ഒരു കോളനിയിൽ കൊടുക്കാൻ പാടോ ഇങ്ങനെ ഒരു ലൈസൻസ് എന്ന് വിവരാവകാശ പ്രകാരം ചോദിക്കുന്നതിൽ അവർ സെക്രട്ടറി പറയുന്നുണ്ട് കൊടുക്കില്ല എന്ന്. എന്നിട്ട് എങ്ങനെ ഇത് കൊടുക്കാൻ പറ്റും? എങ്ങനെ കൊടുക്കും? ഞങ്ങൾ ഒരു 3 മീറ്റർ വ്യത്യാസമുള്ളൂ ഈ ഗോഡൌണും ഈ സ്ക്രാപ്പ് വർക്ക്ഷോപ്പും ഞങ്ങളുടെ വീടും തമ്മിൽ. എങ്ങനെ പറയും സെക്രട്ടറി ഇത് ലൈസൻസ് റദ്ദ് ചെയ്യേണ്ട വേണം. ഇത് പൊതുജനങ്ങളെ അറിയണം ഇത്. ആ ലൈസൻസ് റദ്ദ് ചെയ്യണമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യാനും സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ട്. നമ്മൾ പരാതി കൊടുത്താലൊന്നും അവർ സ്വീകരിക്കില്ലല്ലോ. നേരെ വിപരീതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ നീട്ടി ഞാൻ പാലക്കാട് നഗരസഭ ചെയർപേഴ്സൺ ആണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതിനൊരു പരിഹാരം എന്തായാലും കണ്ടെത്തും. വിഷയത്തെക്കുറിച്ച് നഗരസഭാ ചെയർപേഴ്സണ് പരാതിപ്പെട്ടിരുന്നു. ലൈസൻസ് റദ്ദു ചെയ്യുമെന്ന ഉറപ്പാണ് നൽകിയതെങ്കിലും
ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കൂടാതെ സ്ഥാപനത്തിന്റെ മുകളിൽ താമസമുള്ള അന്യസംസ്ഥാന തൊഴിലാളികളുടെ മദ്യപാനവും ലഹരി ഉപയോഗവും പരിസരത്ത് താമസിക്കുന്ന കുടുംബങ്ങൾക്ക് വലിയ ഭീഷണിയാണ് നേരിടുന്നത്. നഗരസഭാ അധികാരികളും ഭരണസമിതിയും സ്ഥാപന ഉടമയുമായുള്ള അവിശുദ്ധ ബാന്ധവമാണ് നടപടിക്ക് ഒത്താശ ചെയ്യുന്നതിന് പ്രേരിപ്പിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി. എന്തൊക്കെയാണ് ഇപ്പോ ഈ ഗോഡൌണിന്റെ പ്രവർത്തനം കാരണം അവിടെ പരിസരവാസികൾ നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് വ്യക്തിപരമായിട്ട്? ഈ ഗോഡൌൺ എന്ന് വന്നിട്ട് നമ്മുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അവിടെ നമുക്ക് മാത്രമല്ല, അവിടെയുള്ള പ്രദേശത്ത് താമസിക്കുന്ന അവിടുത്തെ പരിസരവാസികൾക്കും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നിലവിൽ. ഈ ഗോഡൌൺ നമ്മുടെ വീടും തമ്മിൽ വെറും 3 മീറ്ററിന്റെ ഡിഫറൻസ് ഉണ്ട്. ഒരു തൊട്ട് മുന്നിലാണത്. അപ്പോ അവിടുന്ന് ഉണ്ടാവുന്ന അതിഭീകരമായിട്ടുള്ള ഈ ശബ്ദം വീട്ടിലേക്ക് ഭയങ്കര അസഹ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ വൈഫിന്റെ അച്ഛനും അധികമായിട്ട് പല അസുഖങ്ങളും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയിട്ടാണ്, കാർഡിയക്ക് പേഷ്യന്റും കൂടിയിട്ടാണ്. അപ്പൊ അദ്ദേഹം അവിടെ ഇരുന്നിട്ട് അവിടുന്ന് ശബ്ദം കാരണം കൊണ്ട് അവിടെ ഇരിക്കാനോ അല്ലെങ്കിൽ ഒരു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കിടക്കാനോ റെസ്റ്റ് ചെയ്യാനോ പറ്റുന്നില്ല. മോളുടെ പഠിപ്പിനാണെങ്കിൽ ഇത് വളരെയധികം ബുദ്ധിമുട്ടിക്കുകയാണ്. കാരണം ഇത് അലക്ഷ്യമായിട്ട് ഈ വണ്ടികളിൽ വന്നിട്ട് ലോഡുകളായി കയറ്റി വന്നിട്ട് താഴേക്ക് വലിച്ചെറിയണം. ആ വലിച്ചെറിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞാൽ അത് വേർതിരിച്ച് അടിച്ചു പരത്തലും ചിറ്റി കൊണ്ട് അടിച്ചു പരത്തലും അന്യ സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് അവിടെ നിന്ന് ഭയങ്കര ഒരു പ്രശ്നവും ബഹളവും കാര്യങ്ങളായിട്ട് മോൾക്ക് പഠിക്കാനും പറ്റില്ല. അങ്ങനെ അത് വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. നമ്മൾ ബന്ധപ്പെട്ട അധികാരികൾക്കും നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ നമ്മൾ പരാതി കൊടുത്തിട്ട് അവരിതാ പെട്ടെന്ന് പൂട്ടിക്കാൻ നടപടി എടുക്കാം എന്ന് പറയാന്നല്ലാതെ ഇന്നേ വരെ അവർക്ക് ലൈസൻസ് പുതുക്കി കൊടുക്കുകയാണ് ചെയ്തത്. പല ഇത് വെച്ചിട്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് ഈ നഗരസഭാ ചെയർപേഴ്സണും നഗരസഭാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള അവിടുത്തെ ബന്ധപ്പെട്ട അധികാരികൾ എല്ലാവരും കൂടിയിട്ട് ചെയ്തു കൊടുത്തത്. നമ്മുടെ വാദങ്ങളോ നമ്മുടെ വിഷമങ്ങളോ ഒന്നും കേൾക്കാതെയാണ് ഇവർക്ക് വേണ്ടി ഒത്താശ ചെയ്തു കൊടുത്തിട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ നഗരസഭാ ചെയർപേഴ്സണും സെക്രട്ടറി ഉൾപ്പെടെയുള്ള നഗരസഭയുടെ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട അധികാരികളുടെ അവരും ഈ കമ്പനിയുടെ ആളുകളും തമ്മിൽ ഒരു ഒത്തുകളി നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളതാണല്ലോ നമുക്ക് പറയാൻ കഴിയും, അല്ലെ? അതെ അതെ, ഇത് സത്യം പറഞ്ഞാൽ അത് നഗ്നമായിട്ടുള്ള ഒരു സത്യമാണ്, ഒരു പച്ചയായ തെളിവാണത്. അതായത് ഇവർക്ക് വേണ്ടി കൂട്ടുനിൽക്കുക. കാരണം ഇത് ഈ ഗോഡൌൺ, ഈ സ്ക്രാപ്പ് ഗോഡൌൺ സത്യം പറഞ്ഞാൽ ഇത് റെസിഡൻഷ്യൽ കോളനി കൂടിയിട്ടാണ്. ഇത് റെസിഡൻഷ്യൽ കോളനിയിൽ യാതൊരു കാരണവശാലും അനുവദിക്കാറില്ല. അതിന്റെ തെളിവായിട്ട് നമ്മൾ വിവരാവകാശ പ്രകാരം നമ്മൾ സെക്രട്ടറിക്ക് ഒരു അപേക്ഷ കൊടുത്തു. ഈ രാംനഗർ കോളനി ആ ഏരിയയിലെ റെസിഡൻഷ്യൽ കോളനിയിൽ സ്ക്രാപ്പ് ഗോഡൌൺ അനുവദിക്കാറുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇല്ല, അനുവദിക്കാറില്ല എന്നുള്ള രേഖാമൂലം മറുപടി നമുക്ക് തന്നു. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് സെക്രട്ടറിയും ചെയർപേഴ്സണും അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇത്ര ഒത്താശ ചെയ്തു കൊടുത്ത് ലൈസൻസ് കൊടുത്തെന്നാണ് നമുക്കറിയാത്തത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സത്യാവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബന്ധപ്പെട്ട അധികാരികൾ ഈ അഴിമതിക്ക് കൂട്ടുനിന്ന് അവർക്ക് വേണ്ടിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് തെളിവാണത് ഇപ്പോ കാണിച്ചു കൂട്ടിട്ടുള്ള കോലാഹലങ്ങൾ. ഇപ്പൊ ഇതിനെ സംബന്ധിച്ച് എന്താണ് ഇപ്പൊ അടുത്തത് നടപടി നമ്മൾ ആലോചിക്കുന്നത്? ഇതിപ്പോ നമ്മൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം, നമ്മൾ ആ കോളനി നിവാസികൾ എല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇതിനെ അവിടുന്ന് ലൈസൻസ് റദ്ദ് ചെയ്യുന്നവരെ നമ്മളെ സെക്രട്ടറിക്കും ചെയർപേഴ്സണും അവിടുത്തെ ഭരണസമിതിക്കും എതിരായിട്ട് ഇതിന്റെ നമ്മളെല്ലാവരും അവിടുത്തെ കോളനി നിവാസികൾ എല്ലാവരും കൂടി ചേർന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധം വരാൻ പോകുന്ന ദിവസങ്ങളിൽ അത് കണ്ടറിഞ്ഞ് കാണാം എല്ലാവരും. പാലക്കാട്ടെ വ്യാജ വോട്ടർ വിവാദത്തിൽ ജില്ലാ ഭരണകൂടം അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയെ ചൊല്ലി ഉയർന്ന പരാതികളിൽ അന്വേഷണം ആരംഭിച്ചു. വോട്ടർ പട്ടികയെ ചൊല്ലി 3 മുന്നണികളും പരസ്പരം കൊമ്പുകോർത്തതോടെ ഇതൊരു ക്രമസമാധാന വിഷയമായി പരിണമിച്ചേക്കുമോ എന്ന സംശയം ബലപ്പെടുന്നതിനിടെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ. 2000-ലേറെ ഇരട്ട വോട്ടുകൾ എന്ന പരാതികളാണ് അന്വേഷിക്കുന്നത്. സംഭവത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരോട് കളക്ടർ ഡോക്ടർ എസ് ചിത്ര വിശദീകരണം തേടി. ഉച്ചയ്ക്ക് ശേഷം ഇതിനായി തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുന്നുണ്ട്. വ്യാജമായി വോട്ടുകൾ ചേർത്തെന്ന് കണ്ടെത്തിയ മേഖലയിൽ അന്വേഷണം നടത്താനും റിപ്പോർട്ട് സമർപ്പിക്കാനും തഹസിൽദാർക്കും റിട്ടേണിംഗ് ഓഫീസർമാർക്കും തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടർ ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടതനുസരിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
പുതിയ വോട്ടർമാരിൽ പലരും മറ്റിടങ്ങളിൽ വോട്ടുള്ളവരാണ്. വോട്ട് മാറിയ കാര്യം പലരും അറിഞ്ഞിട്ടുമില്ല എന്നാണ് ആക്ഷേപം. എങ്ങനെ തങ്ങളുടെ വോട്ട് പാലക്കാട്ടേക്ക് മാറിയെന്ന് ഇവർ ചോദിക്കുന്നു. നിരവധി പേരാണ് പരാതി ഉന്നയിച്ചിട്ടുള്ളത്. കേരളത്തിന് പുറത്ത് സ്ഥിരതാമസമാക്കിയവരുടെ പേരുകളും പുതുതായി പട്ടികയിൽ കടന്നുകൂടിയിട്ടുണ്ട്. LDF സ്ഥാനാർത്ഥി സരിൻ, BJP ജില്ലാ അധ്യക്ഷൻ KM ഹരിദാസ്, സംസ്ഥാന ഉപാധ്യക്ഷൻ എന്നിവരും ആരോപണ വിധേയരാണ്. 18-ന് LDF പ്രതിഷേധം തീരുമാനിച്ചിട്ടുണ്ട്. ആവേശവും ആരവങ്ങളും കൗതുകവും ഇടകലർന്ന കൽപ്പാത്തിയിൽ ദേവരഥ സംഗമം. ആവേശവും ആരവങ്ങളും കൗതുകവും ഇടകലർന്ന കൽപ്പാത്തിയിൽ ദേവരഥ സംഗമം. രഥോത്സവത്തിന്റെ മുഖ്യ ആകർഷണമായ രഥസംഗമത്തിന് ഇന്ന് കൽപ്പാത്തി ഗ്രാമം സാക്ഷ്യം വഹിച്ചു. ആയിരക്കണക്കിന് ആളുകൾ രഥസംഗമം കാണാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും കൽപ്പാത്തിയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ എത്തിയിരുന്നു. കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രം, പഴയ കൽപ്പാത്തി ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രം, പുതിയ കൽപ്പാത്തി മന്തക്കര മഹാഗണപതി ക്ഷേത്രം, ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രം എന്നിവിടങ്ങളിലെ ചടങ്ങുകൾക്കൊപ്പം 4 ക്ഷേത്രങ്ങളിൽ നിന്നുള്ള 6 രഥങ്ങളാണ് ഉത്സവ ഛായ പകർന്ന് പാലക്കാടൻ അഗ്രഹാര വീഥികളിലൂടെ പ്രയാണം നടത്തിയത്. വൈകിട്ട് തേരുമുട്ടിയിലെത്തിയതോടെയാണ് ആവേശം അണപൊട്ടിയത്. ആയിരക്കണക്കിന് ഉത്സവ പ്രേമികൾ പങ്കുചേർന്ന് ഒരൊറ്റ മനസ്സായി ഒത്തുചേർന്ന ദേവരഥ സംഗമത്തിൽ പങ്കുകൊണ്ടു. സംഗീത പരിപാടികളും ഉണ്ടായി. 10 നാൾ ആഘോഷരാവ് തീർത്ത കൽപ്പാത്തി രഥോത്സവത്തിന്റെ ആരവങ്ങൾക്ക് ശനിയാഴ്ച കൊടിയിറങ്ങും. ആരോഗ്യവകുപ്പ്, പോലീസ്, KSEB, അഗ്നിരക്ഷാസേന എന്നിവയുടെ മുഴുവൻ സമയ സേവനവും കൽപ്പാത്തിയിൽ ഉണ്ടായിരുന്നു. ശബരിഗിരീശന്റെ തിരുസന്നിധാനം തുറന്നു. മേൽശാന്തിമാർ ചുമതലയേറ്റു. ശബരിഗിരീശന്റെ തിരുസന്നിധാനം തുറന്നു. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് തുടക്കം കുറിച്ച് ശബരിമല ക്ഷേത്ര നട തുറന്നു. വൈകിട്ട് 5-നാണ് നട തുറന്നത്. പുതിയ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാർ ഇന്ന് ചുമതലയേറ്റു. ഇന്ന് പ്രത്യേക പൂജകൾ ഒന്നുമില്ല. പുതിയ മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണ ചടങ്ങ് വൈകിട്ട് 6-ന് നടന്നു. തന്ത്രിമാരായ കണ്ഠരർ രാജീവർ, കണ്ഠരർ ബ്രഹ്മദത്തൻ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആയിരുന്നു പുതിയ ശാന്തിമാർ ചുമതലയേറ്റ ചടങ്ങ്. ശബരിമല മേൽശാന്തിയായി S അരുൺകുമാറും മാളികപ്പുറം മേൽശാന്തിയായി വാസുദേവൻ നമ്പൂതിരിയുമാണ് ചുമതലയേറ്റത്. ഇക്കുറി പുലർച്ചെ 3 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഉച്ചതിരിഞ്ഞ് 3 മണി മുതൽ രാത്രി 11 മണി വരെയുമാണ് ശബരിമലയിലെ ദർശന സമയം. വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴി ഒരു ദിവസം 70,000 പേർക്കും തത്സമയ ബുക്കിംഗിലൂടെ 10,000 പേർക്കും ദർശനം ലഭ്യമാകും. പമ്പ, എരുമേലി, വണ്ടിപ്പെരിയാർ, സത്രം എന്നിവിടങ്ങളിലായിരിക്കും തത്സമയ ബുക്കിംഗിന് സൗകര്യം ഉണ്ടാകുക. തത്സമയ ബുക്കിംഗിനായി ആധാർ കാർഡ്, പാസ്പോർട്ട്, വോട്ടർ തിരിച്ചറിയൽ കാർഡ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1 മണി മുതലായിരുന്നു ഭക്തർക്ക് പമ്പയിൽ നിന്നും മല ചവിട്ടാൻ അനുവാദം നൽകിയത്. ഇടവേള. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചെക്കന്റെയും പെണ്ണിന്റെയും പൊരുത്തം ചേർന്ന് വന്നാൽ തന്നെ കല്യാണം കഴിഞ്ഞ പോലെയാ. അതെങ്ങനെ ശരിയാകും? ഞങ്ങൾക്കും പൊരുത്തം നോക്കണ്ടേ? നിങ്ങൾക്കോ? അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചീപുരം പട്ട്, എനിക്ക് പൊരുത്തമായ ബനാറസി, ചേട്ടന് പൊരുത്തമായ കുർത്ത, ചേച്ചിക്ക് പൊരുത്തമായ ലെഹങ്ക, പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ് സാരി, കസവുമുണ്ട്. കുട്ടികളുടെ ട്രെൻഡിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ. ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്നയിടം ശ്രീ ഗണപതി സിൽക്സ്. ഏവർക്കും പൊരുത്തമായ വസ്ത്രങ്ങൾക്ക് ശ്രീ ഗണപതി സിൽക്സ് ഓഗസ്റ്റ് 23 മുതൽ പാലക്കാടിലും. വാർത്ത തുടരുന്നു. പാചകവാതക സിലിണ്ടറിന്റെ വിലക്കയറ്റം. UDF വനിതാ പ്രവർത്തകർ പ്രതിഷേധിച്ചു. പാചകവാതക സിലിണ്ടറിന്റെ നിത്യേനയുള്ള വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് UDF വനിതാ പ്രവർത്തകർ പ്രകടനം സംഘടിപ്പിച്ചു. പാലക്കാട് UDF കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് നഗരസഭാ ബസ് സ്റ്റാൻഡിലേക്ക് നടന്ന പ്രതിഷേധ പ്രകടനം കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. നിത്യോപയോഗ സാധനത്തിന്റെ വില കുതിച്ചുയരുന്നത് കാരണം വിപണിയിൽ ഇടപെടാനോ സപ്ലൈകോയിൽ നിത്യോപയോഗ സാധനങ്ങൾ എത്തിച്ച് വിലക്കയറ്റം നിയന്ത്രിക്കാനോ ഇടത് സർക്കാർ ശ്രമിക്കുന്നില്ല. UPA ഭരിക്കുമ്പോൾ 414 രൂപ വിലയുള്ള സിലിണ്ടറിന്റെ വില 840 രൂപയായി ഉയർന്നിട്ടും കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും വിലക്കയറ്റം തടഞ്ഞു നിർത്താനോ നിയന്ത്രിക്കാനോ വിപണിയിൽ ഇടപെടുന്നില്ല എന്ന് അവർ സൂചിപ്പിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ അധ്യക്ഷയായി. വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് M ജമീല, സംസ്ഥാന സെക്രട്ടറി ഷീന പടിഞ്ഞാറ്റുകര, ഫോർവേഡ് ബ്ലോക്ക് വനിതാ വിഭാഗം സംസ്ഥാന കമ്മിറ്റി അംഗം AK ചന്തം, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി L അനിത, VP ഫാത്തിമ, വനിതാ ലീഗ് പ്രായരി പഞ്ചായത്ത് പ്രസിഡന്റ്
AF ഷെറീന ബഷീർ, മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ TD ഗീത ശിവദാസ്, PP പാഞ്ചാലി, VA റഹ്മത്ത്, T കാലാവധി, H ബുഷ്ര, G ഭാഗ്യലക്ഷ്മി എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. എഴുത്തോല KV കാർത്തികേയൻ പുരസ്കാരം സമ്മാനിച്ചു. ഒറ്റപ്പാലം റഫറൻസ് ലൈബ്രറി ആൻഡ് ജനകീയ വായനശാലയുടെ ഈ വർഷത്തെ പുരസ്കാരം നിരൂപണ ഗ്രന്ഥ രചയിതാവ് ഡോക്ടർ P സുരേഷിന് സമ്മാനിച്ചു. വ്യാപാര ഭവൻ ഹാളിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA ആണ് മൊമന്റോയും പ്രശസ്തി പത്രവും 25,000 രൂപയും അടങ്ങുന്ന പുരസ്കാരം സമ്മാനിച്ചത്. E രാമചന്ദ്രൻ അധ്യക്ഷനായി. കവി ആലങ്കോട് ലീലാകൃഷ്ണൻ KV കാർത്തികേയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. സാഹിത്യ മത്സര വിജയികൾക്ക് പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ CP ചിത്രഭാനു സമ്മാനങ്ങൾ വിതരണം ചെയ്തു. KV സുധാകരൻ സംസാരിച്ചു. NM നാരായണൻ നമ്പൂതിരി സ്വാഗതവും IM സതീശൻ നന്ദിയും പറഞ്ഞു. രാവിലെ നടന്ന കവി സമ്മേളനത്തിൽ 20ഓളം പേർ പങ്കെടുത്തു. ജയകൃഷ്ണൻ വല്ലപ്പുഴ അധ്യക്ഷനായി. P പരമേശ്വരൻ സ്വാഗതം പറഞ്ഞു. റോഡ് തകർച്ച നവീകരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ശയന പ്രദക്ഷിണവും ഉപരോധവും. പലചന പല്ലാവൂർ PWD റോഡിന്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. UDF നെന്മാറ നിയോജക മണ്ഡലം ചെയർമാൻ KR പത്മകുമാർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PS രാമനാഥൻ അധ്യക്ഷനായി. മഴക്കാലമായാൽ ചെളിക്കുളമായും വേനൽക്കാലത്തെ പൊടി നിറഞ്ഞും ഈ റോഡിലെ 6 കിലോമീറ്റർ യാത്ര ദുഷ്കരവും ദുരിതവുമായതായാണ് ആക്ഷേപം. പൊടി ശ്വസിച്ച് പ്രദേശവാസികൾക്ക് വിവിധ തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നതായി പരാതി ഉയരുന്നുണ്ട്. പല്ലശ്ശന പഞ്ചായത്തിന്റെ ഹൃദയഭാഗത്തു കൂടി കടന്നുപോകുന്ന ഈ പാത പല്ലശ്ശനയെയും സമീപ പ്രദേശങ്ങളിലെയും സാധാരണക്കാരായ ആളുകൾ, സർക്കാർ ഓഫീസുകൾ, ആശുപത്രി, സ്കൂളുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങി ഒട്ടേറെ അത്യാവശ്യങ്ങൾക്ക് നിത്യേന ഉപയോഗിക്കുന്നതാണ്. മുൻപുണ്ടായ CPM മുഖ്യമന്ത്രിമാരിൽ പോലും അവരെക്കാളും ഒരു തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. നവകേരള സദസ്സ് യാത്ര നടത്തുമ്പോൾ ഈ റോഡിൽ കൂടെ MLA ഫണ്ടുകളില്ല. അതിന് ചെലവാക്കിയ പണം ഉണ്ടെങ്കിൽ അത്ര പോലും പണം ഈ റോഡിന് വേണ്ട. PWD റോഡിന് ഇത് മാസക്കണക്കായി, വർഷങ്ങളായി ഇതിൽ കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ എല്ലാവരും പ്രാഗിച്ച പോകും. കാരണം കാലാവസ്ഥയെ കുറ്റം പറഞ്ഞ് നവീകരണം വൈകിപ്പിക്കുന്നത് നാടിനോടുള്ള വെല്ലുവിളിയാണ്. ഈ അവഗണന മാറ്റിവെച്ച് ദ്രുതഗതിയിൽ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. S അശോകൻ, R ജയനാരായണൻ, KK ഹരിദാസ്, പ്രഭാകരൻ കളരിക്കൽ, PV രാജപ്പൻ, രാഹുൽ രാധാകൃഷ്ണൻ, N വിമലാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണ ആയിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്ത തുടരുന്നു. വഖഫ് നിയമ ഭേദഗതി അനുവദിക്കില്ല. സുന്നി മഹൽ ഫെഡറേഷനും മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനും ധർണാ സമരം നടത്തി. വഖഫ് നിയമ ഭേദഗതി അനുവദിക്കില്ല. ഇന്ത്യയിൽ നിലനിൽക്കുന്ന വഖഫ് നിയമങ്ങൾ ഭേദഗതി ചെയ്ത് സ്വത്തുകൾ കൈയടക്കുന്നതിനും ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൗലിക വിദ്യാഭ്യാസം നേടിയെടുക്കുന്നതിന് തടസ്സം നിൽക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ മദ്രസ വിരുദ്ധ നീക്കത്തിനും എതിരായി സമസ്ത പോഷക ഘടകങ്ങളായ സുന്നി മഹൽ ഫെഡറേഷൻ SMF, സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ SKMMA, പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലത്ത് ധർണാ സമരം നടത്തി. സമരം സുന്നി യുവജന സംഘം സംസ്ഥാന ഉപാധ്യക്ഷൻ PK ഇമ്പിച്ചിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാറായമംഗലം മുഖ്യാതിഥിയായി. അൻവർ മുഹീദ്ദീൻ ഹുദവി ആലുവ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. സമ്പത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ വഖഫ് ബോർഡിനെ ഉന്മൂലനം ചെയ്യാനുള്ള തന്ത്രപൂർവമായ നിയമ ഭേദഗതിയെ അംഗീകരിക്കാൻ കഴിയുകയില്ലെന്നും അതിനെതിരെ ഏതറ്റം വരെയും പോകാൻ സമസ്തയും പോഷക ഘടകങ്ങളും തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. SKMMA ജില്ലാ പ്രസിഡന്റ് AV ചേക്കു ഹാജി അധ്യക്ഷനായി. അഡ്വക്കേറ്റ് നാസർ കാളമ്പാറ, അബ്ദുൽ ഖാദർ ദാരിമി, യൂസഫ് പത്രിപ്പാല, MT സൈനുൽ ആബിദീൻ, VAC കുട്ടി ഹാജി, കാജ ദാരിമി, ഹുസൈൻ തങ്ങൾ, ഹമീദ് ഹാജി, യൂസുഫ് ഹാജി, അഷ്റഫ് ഹാജി, സുലൈമാൻ, TP അബൂബക്കർ മുസ്ലിയാർ, K ഹംസ ഫൈസി, PK അഷ്കർ, PM റഫീഖ് എന്നിവർ പ്രസംഗിച്ചു. മുഹമ്മദ് അലി സ്വാഗതവും റഹീം ഷാ നന്ദിയും പറഞ്ഞു. ശബരിമല തീർത്ഥാടനം. റെയിൽവേ പുതിയതായി 7 ട്രെയിനുകൾ അനുവദിച്ചു. ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായി 7 പ്രത്യേക ട്രെയിനുകൾ റെയിൽവേ അനുവദിച്ചു. തിരുവനന്തപുരം നോർത്ത് SM VT ബാംഗ്ലൂരു 06083, മൗല അലി ഹൈദരാബാദ് കൊല്ലം 071
0714142, ഹുസൂർ സാഹിബ് നന്ദേഡ് കൊല്ലം 07139 07140, MGR ചെന്നൈ കൊല്ലം 06113 06114, MGR ചെന്നൈ കൊല്ലം 06117 06118, MGR ചെന്നൈ കൊല്ലം AC ഗരീബി രഥ് എക്സ്പ്രസ് 06119 06120 എന്നിവയാണ് പുതിയ ട്രെയിനുകൾ. ഇതിനു പുറമെ തിരുവനന്തപുരം നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റ് വണ്ടിക്ക് ചെങ്ങന്നൂരിൽ സ്റ്റോപ്പും അനുവദിച്ചു. ബാലികയെ പീഡിപ്പിച്ചയാൾക്ക് 17 വർഷം കഠിന തടവും 45,000 രൂപ പിഴയും. ബാലികയെ പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് 17 വർഷം കഠിന തടവും 45,000 രൂപ പിഴയും ശിക്ഷ. വണ്ടിത്താവളം പാറമേട് മല്ലിയണ്ണൻ എന്ന അബ്ദുൾ ഹമീദ് 56-നെയാണ് പാലക്കാട് ഫാസ്റ്റ് ട്രാക്ക് പ്രത്യേക കോടതി ശിക്ഷിച്ചത്. 8 വയസ്സും 9 മാസവും പ്രായമുള്ള ബാലികയെ പീഡിപ്പിച്ച കേസിലാണ് വിധി. പിഴ അടയ്ക്കാത്ത പക്ഷം 5 മാസം അധിക കഠിന തടവ് അനുഭവിക്കണം. 2022 ഏപ്രിൽ 7-നാണ് കേസിനാസ്പദമായ സംഭവം. വൈകുന്നേരം 3 മണിക്ക് ഇളന്നൻ പെറുക്കാൻ പോകാം എന്ന് പറഞ്ഞ അതിജീവിതയെ വശീകരിച്ചു കൊണ്ടുപോയി ലൈംഗിക പീഡനം നടത്തി എന്നാണ് പ്രോസിക്യൂഷൻ വാദം. മീനാക്ഷിപുരം ഇൻസ്പെക്ടറായിരുന്ന ജെ മാത്യു, സജു ആന്റണി എന്നിവർ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരായ ടി ശോഭന, സി രമിക എന്നിവർ ഹാജരായി. പ്രോസിക്യൂഷൻ 19 സാക്ഷികളെ വിസ്തരിച്ച് 29 രേഖകൾ സമർപ്പിച്ചു. പിഴത്തുക കൂടാതെ അതിജീവിതയ്ക്ക് അധിക ധനസഹായത്തിനും വിധിയായി. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചോ. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ. പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? ആ അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. വാർത്ത തുടരുന്നു. കിക്ക് ബോക്സിംഗ് 7 മെഡലുകളോടെ തിളക്കമാർന്ന നേട്ടവുമായി ഒറ്റപ്പാലം സ്വദേശികൾ. സംസ്ഥാന കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേട്ടവുമായി ഒറ്റപ്പാലത്തുകാർ. ദമ്പതികൾ ഉൾപ്പെടെ 7 ഒറ്റപ്പാലം സ്വദേശികളാണ് കിക്ക് ബോക്സിംഗിൽ ദേശീയ ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടിയിരിക്കുന്നത്. പരിശീലക കൂടിയായ ചോറോട്ടൂർ പുല്ലാട്ടുതൊടി PG സുമിത 28, ഭർത്താവ് ദേശ് രാജ് 30, മണിശ്ശേരി പറളശ്ശേരി P വിജിഷ 17, സഹോദരി P വിനിഷ 15, വാണിയംകുളം പള്ളിയാൾ വളപ്പിൽ അനാമിക 16, ചോറോട്ടൂർ ഊരത്ത് പൊതുവാട്ടിൽ M ശ്രുത 16, ഒറ്റപ്പാലം കുനിയങ്കാട്ടിൽ മുഹമ്മദ് റയാൻ 15 എന്നിവരാണ് മെഡൽ നേട്ടം സ്വന്തമാക്കിയത്. കോഴിക്കോട്ട് വെച്ച് നടന്ന സംസ്ഥാന കിക്ക് ബോക്സിംഗ് അസോസിയേഷന്റെ ചാമ്പ്യൻഷിപ്പിലാണ് അഭിമാന നേട്ടം. വനിതകളുടെ റിംഗ് ഫൈസ്റ്റ് ഇനങ്ങളായ K1 ലോ കിക്ക് 56 കിലോ വിഭാഗം മത്സരങ്ങളിലാണ് PG സുമിത സ്വർണത്തോടെ ദേശീയ മത്സരത്തിന് യോഗ്യത നേടിയത്. പുരുഷന്മാരുടെ ലൈറ്റ് കിക്ക് മത്സരത്തിലാണ് ഭർത്താവ് ദേശ് രാജിന് വെങ്കല മെഡൽ നേടാനായത്. ജൂനിയർ പെൺകുട്ടികളുടെ ലൈറ്റ് കിക്ക് മത്സരങ്ങളിൽ 45 കിലോ വിഭാഗം സഹോദരിമാരായ വിജിഷയും ബിനിഷയും സ്വർണം നേടി. 50 കിലോ വിഭാഗത്തിൽ PV അനാമികയും 40 കിലോ വിഭാഗത്തിൽ M ശ്രുതിയും സ്വർണം നേടി. ജൂനിയർ ആൺകുട്ടികളുടെ ലൈറ്റ് കിക്ക് മത്സരത്തിൽ മുഹമ്മദ് റയാന് വെങ്കല മെഡലാണ് ലഭിച്ചത്. മണിശ്ശേരിയിലെ നിഞ്ച വാരിയേഴ്സ് മാർഷൽ ആർട്സിലാണ് 7 പേരും പരിശീലിക്കുന്നത്. സ്വർണം നേടിയ PG സുമിത മറ്റ് 6 പേരുടെയും പരിശീലക എന്നതാണ് കൗതുകം. അടുത്ത മാസമാണ് ജയ്പൂരിൽ ദേശീയ മത്സരം നടക്കുക. പ്രമേഹ ദിനാചരണം, ഫ്ലാഷ് മോബും റാലിയും സംഘടിപ്പിക്കും. ലോക പ്രമേഹ ദിനാചരണത്തിന്റെ ഭാഗമായി ഫ്ലാഷ് മോബും റാലിയും നല്ലേപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. റാലി പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച് മാട്ടുമന്ത ജംഗ്ഷനിൽ സമാപിച്ചു. മെഡിക്കൽ ഓഫീസർ ശങ്കര സുബ്രഹ്മണ്യൻ, TG ഗോപകുമാർ, സാജിദ ബീഗം തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യ ആശാ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കുചേർന്നു. ശിശുദിനം KG ഫെസ്റ്റ് സംഘടിപ്പിച്ച് കുളക്കാട്ടുകുറിശി ALP സ്കൂൾ. ശിശുദിന
ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി KG ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കൊളക്കാട്ടുകുറിശി ക്രിസ്തുരാജ ALP സ്കൂൾ ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായാണ് KG ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ഉഷാദേവി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ശരണ്യ അധ്യക്ഷയായി. വാർഡ് മെമ്പർ ലീല, കുളക്കാട്ടുകുറിശി അംഗനവാടി അധ്യാപിക ഷീബ എന്നിവർ സംസാരിച്ചു. പ്രീ പ്രൈമറി കുട്ടികൾ ഇംഗ്ലീഷിന് പ്രാധാന്യം നൽകിയുള്ള വിവിധയിനം കലാപരിപാടികൾ അവതരിപ്പിച്ചു. പ്രധാന അധ്യാപിക സിസ്റ്റർ സ്നേഹ CMC കുട്ടികൾക്ക് സമ്മാന വിതരണം നടത്തി. പായസ വിതരണവും ഉണ്ടായിരുന്നു. വൈവിധ്യമാർന്ന പരിപാടികളോടെ ശിശുദിനം ആഘോഷിച്ച് വേങ്ങശ്ശേരി NSS സ്കൂൾ. വൈവിധ്യമാർന്ന പരിപാടികളോടെ അമ്പലപ്പാറ വേങ്ങശ്ശേരി NSS ഹൈസ്കൂളിൽ ശിശുദിനം ആഘോഷിച്ചു. B വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകൻ M ശശികുമാർ അധ്യക്ഷനായി. MPTA പ്രസിഡന്റ് N സുജിത, സ്റ്റാഫ് സെക്രട്ടറി അജിത് തമ്പാൻ എന്നിവർ സംസാരിച്ചു. സ്കൂൾ YouTube ചാനലിന്റെ ലോഞ്ചിംഗ് നടന്നു. പ്രത്യേക അസംബ്ലി ചേർന്ന വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ഡിജിറ്റൽ പത്രമായ തൂലിക ഒക്ടോബർ ലക്കം പ്രകാശനം ചെയ്തു. വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടന്നു. സ്ലൈഡ് ഷോ അവതരണവും ഉണ്ടായി. ജലസംഭരണിയിൽ കണ്ട മൃതദേഹം തമിഴ്നാട് സ്വദേശിയുടേത്. മുതലമട മീൻകര ജലസംഭരണിയിൽ കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയ മൃതദേഹം ആട്യാമ്പതിയിൽ താമസിച്ചു വരുന്ന ദൊരൈസ്വാമി എന്ന ആളുടേതാണെന്നാണ് തിരിച്ചറിഞ്ഞത്. ഇയാൾ കൂലി തൊഴിലാളിയാണ് എന്നാണ് ലഭ്യമായ വിവരം. മൃതദേഹം വെള്ളത്തിൽ കമിഴ്ന്ന നിലയിൽ പൊന്തിക്കിടക്കുന്നത് കണ്ട സമീപവാസികളാണ് കൊല്ലങ്കോട് പോലീസിന് വിവരം നൽകിയത്. അഗ്നിരക്ഷാ സേനയെത്തി മൃതദേഹം പുറത്തെടുത്തു പോലീസിന് കൈമാറുകയായിരുന്നു. ജില്ലാശുപത്രി മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിച്ചു. മൃതദേഹത്തിന് 10 ദിവസത്തെ പഴക്കമുണ്ട്. വെള്ളമുണ്ടും വെള്ളയിൽ വരകളോടുള്ള ഷർട്ടും വലത് കൈയിൽ ചുവന്ന ചരടുമായിരുന്നു വേഷം. പുതുപ്പരിയാരം കൊട്ടേപ്പുറത്ത് അംഗൻവാടി കുട്ടികളുടെ ശിശുദിന റാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനവാസ മേഖലയിൽ ലൈസൻസിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്ക്രാപ്പ് ഗോഡൌണിന് അധികൃതരുടെ ഒത്താശയെന്ന് ആക്ഷേപം. പാലക്കാട്ടെ വ്യാജ വോട്ടർ വിവാദത്തിൽ ജില്ലാ ഭരണകൂടം അന്വേഷണം ആരംഭിച്ചു. ആവേശവും ആരവങ്ങളും കൗതുകവും ഇടകലർന്ന കൽപ്പാത്തിയിൽ ദേവരഥ സംഗമം. ശബരിഗിരീശന്റെ തിരുസന്നിധാനം തുറന്നു. മേൽശാന്തിമാർ ചുമതലയേറ്റു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.